ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകാൻ ഉപയോഗിക്കുന്നതിനായി കൊണ്ടുവന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്ത് സുരക്ഷാസേന. സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന പ്രസ്താവനകളാണ് പുറത്തുവരുന്നത്. സുരക്ഷാസേനയുടെ സമയോചിതമായ ഇടപെടലുകൾ കൊണ്ട് വൻ മയക്കുമരുന്ന് വേട്ടയാണ് തകർക്കാൻ കഴിഞ്ഞത്. അതീവ ജാഗ്രതയോടുകൂടിയാണ് രാജ്യം ഓരോ മണിക്കൂറും മുന്നോട്ട് പോകുന്നത്. മിസോറാം പോലീസുമായി സഹകരിച്ച് നടത്തിയ ഒരു സുപ്രധാന മയക്കുമരുന്ന് വിരുദ്ധ ഓപ്പറേഷനിൽ സെയ്തുവൽ ജില്ലയിലെ എൻഗോപ്പയിൽ നിന്നും ഏകദേശം 45 കോടി രൂപ വിലമതിക്കുന്ന 15 കിലോഗ്രാം മെത്താംഫെറ്റാമൈൻ ഗുളികകൾ അസം റൈഫിൾസ് കണ്ടെടുത്തതായി ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മിസോറാമിലെ മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിനുള്ള സുരക്ഷാ സേനയുടെ തുടർച്ചയായ ശ്രമങ്ങളെ ഈ ഓപ്പറേഷൻ എടുത്തു കാണിക്കുന്നു. എൻഗോബ സൈൻഡ്വൽ റോഡിൽ സംശയാസ്പദമായ മയക്കുമരുന്ന് നീക്കത്തെക്കുറിച്ച് പ്രത്യേക രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നവംബർ 12-നും 13-നും ഇടയിൽ രാത്രിയിൽ അസം റൈഫിൾസും മിസോറാം പോലീസും സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു. എൻഗോപ്പയിലെ പൊതുപ്രദേശത്ത് ഒരു വാഹന ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചു. അവിടെ സംശയാസ്പദമായ ഒരു വാഹനം പരിശോധനയ്ക്കായി തടഞ്ഞു. തിരച്ചിലിനിടെ 15 കിലോഗ്രാം മെത്താംഫെറ്റാമൈൻ ഗുളികകൾ സംഘം കണ്ടെടുക്കുകയായിരുന്നു. അസമിലെ ബാർപേട്ടയിൽ താമസിക്കുന്ന സാസുദ്ദീന്റെ മകൻ റാബിസുൽ ഹഖ്, അതുൽ ഹസന്റെ മകൻ നസിറുദ്ദീൻ എന്നീ 2 വ്യക്തികളിൽ നിന്നാണ് മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. വിപണിയിൽ 45 കോടി രൂപ വിലമതിക്കുന്ന ഈ മയക്കുമരുന്ന് വേട്ട സമീപകാലത്തെ സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ മയക്കുമരുന്നുകളിൽ ഒന്നാണ്. പിടിയിലായ വ്യക്തികളെയും കണ്ടെടുത്ത കള്ളക്കടത്തും വാഹനവും വിശദമായ അന്വേഷണത്തിനും കൂടുതൽ നിയമ നടപടികൾക്കുമായി സൈതുവൽ പോലീസിന് കൈമാറി. മേഖലയിലെ മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനായി ഏകോപിപ്പിച്ച ഇന്റലിജൻസ് പങ്കിടലിന്റെയും സജീവമായ പട്രോളിംഗിന്റെയും ഫലമായാണ് ഈ ഓപ്പറേഷൻ നടന്നതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും വടക്കുകിഴക്കൻ മേഖലയെ മയക്കുമരുന്നിന്റെ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിലും അസം റൈഫിൾസും മിസോറാം പോലീസും പുലർത്തുന്ന പ്രതിബദ്ധതയെ ഈ വിജയകരമായ പിടികൂടൽ അടിവരയിടുന്നു. സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലും സമൂഹം നിയമവിരുദ്ധ വസ്തുക്കളിൽ നിന്നും മുക്തമാണെന്ന് ഉറപ്പാക്കുന്നതിനും നിയമനിർവഹണ ഏജൻസികളെ പിന്തുണയ്ക്കണമെന്ന് ഉദ്യോഗസ്ഥർ പൗരന്മാരോട് അഭ്യർത്ഥിച്ചു. മിസോറാമിലെ മയക്കുമരുന്ന് വിതരണ ശൃംഖലയെ ഈ പ്രവർത്തനം സാരമായി ബാധിക്കുമെന്നും സംസ്ഥാനത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്ന മയക്കുമരുന്ന് കടത്തു ശൃംഖലകൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു. അതേസമയം മണിപ്പൂരിലെ കാങ്പോക്പി ജില്ലയിൽ CRPF-ന്റെയും മണിപ്പൂർ പോലീസിന്റെയും ഏകോപനത്തോടെ അസം റൈഫിൾസ് നടത്തിയ ഒരു പ്രധാന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനത്തിൽ വൻ തോതിലുള്ള അനധികൃത പോപ്പി കൃഷി വിജയകരമായി നശിപ്പിച്ചു. മേഖലയിലെ വിമത ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകാൻ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അനധികൃത പോപ്പി പാടങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഓപ്പറേഷൻ. വ്യാപകമായ നിയമവിരുദ്ധ പോപ്പി കൃഷിയെക്കുറിച്ചുള്ള പ്രത്യേക രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2025 നവംബർ 12-ന് പുലർച്ചെ സംയുക്ത സംഘം അവൽമുൻ പ്രദേശത്ത് ഒരു തിരച്ചിലും ഉന്മൂലന പ്രവർത്തനവും ആരംഭിച്ചിരുന്നു. ഈ ഓപ്പറേഷനിൽ ഏകദേശം 25 ഏക്കർ പോപ്പി പാടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കപ്പെട്ടു. കൂടാതെ മയക്കുമരുന്ന് സംസ്കരണത്തിനും സംഭരണത്തിനുമായി ഉപയോഗിച്ചിരുന്ന 8 താൽക്കാലിക കുടിലുകൾ സംഘം പൊളിച്ചുമാറ്റി. നശിപ്പിക്കപ്പെട്ട പോപ്പി പാടങ്ങളിൽ നിന്നും ഏകദേശം 190 കിലോഗ്രാം കറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ഇതിന്റെ വിപണി മൂല്യം കോടിക്കണക്കിന് രൂപ വരുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന സാമ്പത്തിക ശൃംഖലകളെ ഈ കണ്ടുകെട്ടൽ സാരമായി ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രകൃതിയും പ്രതികൂല കാലാവസ്ഥയും നിറഞ്ഞ സാഹചര്യങ്ങളിലാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. മയക്കുമരുന്ന് കടത്ത് തടയുന്നതിൽ അസം റൈഫിൾസിന്റെ ദൃഢനിശ്ചയവും പ്രവർത്തനശേഷിയും എടുത്തു കാണിച്ചു. കലാപത്തിനും മറ്റ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ധനസഹായം നൽകുന്ന മയക്കുമരുന്ന് ശൃംഖലകൾ തകർക്കുന്നതിനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്ന് ഉദ്യോഗസ്ഥർ ഊന്നി പറയുന്നു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ നിന്നും മേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള ഞങ്ങളുടെ അചഞ്ചലമായ പ്രതിബദ്ധതയാണ് ഈ സംയുക്ത പ്രവർത്തനം പ്രകടമാക്കുന്നത്. ഈ പോപ്പി പാടങ്ങൾ ഇല്ലാതാക്കുന്നത് മണിപ്പൂരിലും അയൽ പ്രദേശങ്ങളിലും ദേശവിരുദ്ധ ഘടകങ്ങൾക്ക് പിന്തുണ നൽകുന്ന നിയമവിരുദ്ധ വ്യാപാരത്തെ സാരമായി ബാധിക്കും, അസം റൈഫിൾസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ജില്ലയിൽ ഇത്തരം നിയമവിരുദ്ധ കൃഷി വീണ്ടും വ്യാപകമാകുന്നത് തടയാൻ ജാഗ്രത പാലിക്കാനും ഇന്റലിജൻസ് നിയന്ത്രിത പ്രവർത്തനങ്ങൾ തുടരാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും സുരക്ഷാ സേനകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മയക്കുമരുന്ന് കടത്ത് തടയുന്നതിലും പ്രാദേശിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിലും കേന്ദ്ര സംസ്ഥാന നിയമനിർവഹണ ഏജൻസികൾ തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രാധാന്യവും ഈ വിജയകരമായ പ്രവർത്തനം അടിവരയിടുന്നു. അനധികൃത കൃഷിയുടെ ഒരു സൂചനയും അവശേഷിക്കുന്നില്ലെന്നും ഇതിൽ ഉൾപ്പെട്ട കുറ്റവാളികളെ തിരിച്ചറിഞ്ഞ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഉറപ്പാക്കാൻ തുടർ നടപടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും സംയുക്ത സേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.